നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് +2 സുവോളജിയുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ്. അതായത് നമ്മളിപ്പം ഗാമറ്റോജെനസിസ് വരെ പഠിച്ച് തീർത്തിട്ടുണ്ട്. ഗാമറ്റോജെനസിസ് ഉണ്ട്, ഓജെനസിസ്, സ്പെർമാറ്റോജെനസിസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിൻ ഫോളിക്കിളിൽ നിന്നിട്ടും ഓവുലേഷൻ വഴിയിട്ട് ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് ഓവം റിലീസ് ചെയ്യുന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് അഗെയിൻ കൺവേർട്ട് ചെയ്ത് കോർപ്പസ് ലൂട്ടിയം ആവുന്നു എന്നത്രയും കാര്യമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിൾ എന്നതാണ്. എന്താണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് ചോദിച്ചാൽ അതൊരു സൈക്കിളാണ്. ഫീമെയിൽസ് ഓഫ് പ്രൈമേറ്റ്സ്, നമ്മൾ +1 പഠിക്കുന്നതാണ് പ്രൈമേറ്റ് എന്താണെന്നൊക്കെ. അപ്പം ഫീമെയിൽസ് ഓഫ് പ്രൈമേറ്റ്സിൽ സെക്ഷൽ സൈക്കിള് ഓരോ റെഗുലർ ഇൻ്റർവെൽസിലും നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രൈമേറ്റ്സിൽ നടക്കുന്ന അതിന് പറയുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിള്. അതെന്താണ് പ്രൈമേറ്റ്സിലെന്ന് ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞതിന് കാരണം നോൺ പ്രൈമേറ്റ്സിൽ നടക്കുന്ന ആ ഒരു സൈക്കിളിന് പറയുന്നവർ ഈസ്ട്രസ് സൈക്കിൾ എന്നാണ്. പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് മങ്കീസ്, എയ്പ്സ്, ഹ്യൂമൻ ബീൻസ് ആണ്. ഇവരിൽ മെൻസ്ട്രൽ സൈക്കിൾ നടക്കും. ഇനി ബാക്കി വേറെ കുറച്ച് നോൺ പ്രൈമേറ്റ്സിലാണെങ്കിൽ അവിടെ ഈസ്ട്രോ സൈക്കിൾ, ഈ ഡോഗ് അങ്ങനെയുള്ള ക്യാറ്റ് അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ നടക്കുന്ന സാധനമാണ് ഈസ്ട്രോ സൈക്കിൾ. ഇനി മെൻസ്ട്രൽ സൈക്കിൾ എല്ലാവർക്കും എന്താണെന്ന് അറിയാവുന്ന കാര്യമാണ്. ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന പേരാണ് മെനാർക്ക്. അത് കുട്ടി പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന ഒരു പീരീഡിലാണ് ഉണ്ടാകുന്നത്. ഇനി ഏകദേശം 50 വയസ്സ് വരെ ആയിരിക്കും ഈ മെൻസ്ട്രൽ സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് ഫീമെയിൽസിൽ ഉണ്ടാവുക. ലാസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന പേരാണ് മെനോപോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെൻസ്ട്രൽ സൈക്കിൾ എന്താണെന്ന് നോക്കാം. മെൻസ്ട്രൽ സൈക്കിളിന് പ്രധാനമായിട്ടും 3 സ്റ്റേജസ് ആണുള്ളത്. ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ പീരീഡ് ഏകദേശം 28 ഡേയ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മെൻസ്ട്രൽ ഫേസ്, ഫോളിക്കുലർ ഫേസ്, ലൂട്ടിയൽ ഫേസ്, ഇങ്ങനെ 3 ഫേസാണ് മെൻസ്ട്രൽ സൈക്കിളിനുള്ളത്. മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് 3 മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 3 മുതൽ 5 വരെ ഡേയ്സിൽ കാണുന്ന ആ ഒരു കാര്യമാണ് മെൻസ്ട്രൽ ഫേസ്. മെൻസ്ട്രൽ ഫേസിൽ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മെൻസ്ട്രേഷൻ നടക്കും. അതായത് യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൻ്റെ ബ്ലഡ് വെസൽസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അത് പുറത്തേക്ക് വരുന്ന പ്രോസസ്സ് നടക്കും. അതാണ് മെൻസ്ട്രേഷൻ. മെൻസ്ട്രൽ ഫേസ് 3 to 5 ഡേയ്സ് ആണ്. മെൻസ്ട്രൽ ഫ്ലോ ആണ് അവിടെ നടക്കുന്നത്. അടുത്ത രണ്ടാമതാണ് ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസ് എന്ന് വെച്ചാൽ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് വരുന്നു. അതാണ് ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് അവസാനം അതിൽ നിന്ന് ഓവം പ്രൊഡ്യൂസ് ചെയ്യും, ഓവുലേഷൻ നടക്കും. എന്നിട്ട് എംപ്റ്റി ഫോളിക്കിൾസ് ആയിട്ട് അങ്ങോട്ട് മാറും. അത് കോർപ്പസ് ലൂട്ടിയമായിട്ട് വരും. അതവിടെ നിൽക്കട്ടെ, അതൊന്നും ഇവിടെ എഴുതി കൊടുക്കണ്ട. ഫോളിക്കുലാർ ഫേസിൽ എന്ത് നടക്കുന്നു എന്ന് ചോദിച്ചാൽ ഫോളിക്കുലാർ ഡേയ്സിൻ്റെ പീരീഡ് ഏകദേശം 7 to 14 ഡേയ്സ് ഓഫ് ദി മെൻസ്ട്രൽ സൈക്കിളാണ് അതിൻ്റെ റേഞ്ച്, അതിൻ്റെ പീരീഡ്. ഫോളിക്കുലാർ ഫേസിൽ എന്ത് മാറ്റം നടക്കുന്നു എന്ന് ചോദിച്ചാൽ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്പ് ചെയ്യുന്നു. ഫോളിക്കിൾസിൻ്റെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അറ്റ് ദി 14th ഡേ ഓഫ് ദി മെൻസ്ട്രൽ സൈക്കിൾ, 14ാമത്തെ ദിവസം LH സർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നടക്കും. ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെൻസ്ട്രൽ സൈക്കിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഹോർമോൺസ് ആണുള്ളത്, LH-ഉം FSH-ഉം ആണ്. LH എന്ന് പറയുന്ന സാധനത്തിൻ്റെ റാപ്പിഡ് റിലീസ് നടക്കും. ആ ഒരു ടേമിന് പറയുന്ന പേര് LH സർജ് എന്നാണ്. അപ്പം LH സർജ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തോ നടക്കും, ഓവുലേഷൻ നടക്കും. അതായത് ഫോളിക്കിൾസ് പൊട്ടിയിട്ട് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് അതിൽ നിന്നും ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓവുലേഷൻ. അപ്പോൾ ഫോളിക്കുലാർ ഫേസ് 7 മുതൽ 14 ദിവസം വരെ ലീഡ് ചെയ്യുന്ന സാധനമാണ്. ഇതിന് ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഓവുലേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തും അറ്റ് ദി 14th ഡേ ഓഫ് ദി മെൻസ്ട്രൽ സൈക്കിൾ LH സർജ് വരികയും LH സർജിൻ്റെ ഫലമായിട്ട് ഓവം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. അടുത്ത മെൻസ്ട്രൽ സൈക്കിളിലെ 3ാമത്തെ ഫേസ് എന്ന് പറയുന്നത് ലൂട്ടിയൽ ഫേസ് ആണ്. ലൂട്ടിയൽ ഫേസിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുമ്പോൾ ഏകദേശം 14 ദിവസം മുതൽ കഴിഞ്ഞിട്ടാൽ ഇതൊരു 15 to 28 ഡേയ്സ് ആയിരിക്കും അതിൻ്റെ റേഞ്ച് നമുക്ക് പറയാൻ പറ്റുന്നത്, അതിൻ്റെ പീരീഡ് എന്ന് പറയാൻ പറ്റുന്നത്. ഈ ലൂട്ടിയൽ ഫേസിൽ എന്ത് നടക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇവിടെ ഓൾറെഡി ഓവുലേഷൻ നടന്നിട്ടുണ്ട്. ഓവുലേഷൻ നടന്നിട്ട് ഈ ഫോളിക്കിൾസ് കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുകയാണ്. കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത് പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന സാധനമാണ്. പ്രൊജസ്റ്ററോൺ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് പ്രഗ്നൻസി മെയിൻറ്റെയിനിങ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. ഒരു GK ക്വസ്റ്റ്യനാണ്, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ് ഇവിടെ 14ാമത്തെ ദിവസം കഴിഞ്ഞ് നടക്കുന്നത്? ഈ ഫോളിക്കിൾസ് വന്ന് ഫോളിക്കിൾസ് റപ്ചർ ചെയ്തിട്ട് ഓവ അവിടെ ഇറങ്ങി. എന്നിട്ട് ആ ഫോളിക്കിൾസ് അഗെയിൻ ഫർദർ മോഡിഫൈഡ് ഇൻറ്റു കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത് പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യുന്ന സാധനമാണ്. അതാണ് പ്രഗ്നൻസി
പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് 15 മുതൽ 28 ദിവസം വരെ നടക്കുന്ന കാര്യമാണ്. ലൂട്ടിയൽ ഫേസിൽ നടക്കുന്ന വെച്ചാൽ എംറ്റി ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ് ഫർദർ ചേഞ്ച്ഡ് ടു കോർപ്പസ് ലൂട്ടിയം ആൻഡ് ഇറ്റ് സെക്രീറ്റ് പ്രൊജസ്റ്ററോൺ ദിസ് ഈസ് നോൺ ആസ് പ്രഗ്നൻസി മെയിൻറ്റെയിനിങ് ഹോർമോൺ. അപ്പോൾ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജസ്റ്ററോൺ ഫോം ചെയ്യുന്നു. ഇതാണ് ശരിക്കും ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 3 ഈവൻറ്റ്സ്. ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മെനോപോസ് എന്ന് പറഞ്ഞ വാക്കുണ്ടില്ല, ആദ്യം പറഞ്ഞതാണ്. ലാസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന പേരാണ് മെനോപോസ്. ഏകദേശം 50 വയസ്സായ സ്ത്രീകളിലായിരിക്കും മെനോപോസ് ഉണ്ടാവുന്നത്. കണ്ടോ, cyclic menstruation is an indicator of normal reproductive phase and extends between menarche and menopause. മെനാർക്കും മെനോപോസിനും ഇടയ്ക്ക് ഉണ്ടാവുന്ന ആ ഒരു സൈക്ലിക് ഈവൻറ്റ്സ് ആണ് ഈ സംഭവം. അപ്പം ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ഒന്നും നോക്കി വെച്ചോ. ആംനിയോൺ, കോറിയോൺ, അലൻഡോയിൻ, യോക്സാക്ക് ടെക്സ്റ്റിലുള്ളതല്ല, നീറ്റിൻ്റെ സിലബസ് ആണ്. നീറ്റ് എക്സാമിനൊക്കെ ചോദിക്കും. നീറ്റിനും അതുപോലെ ICAR എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് സ്പേം വിത്ത് ഓവം ഈസ് കാൾഡ് ഫെർട്ടിലൈസേഷൻ. പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓവം വിത്ത് സ്പേം ഈസ് കാൾഡ് ഫെർട്ടിലൈസേഷൻ. അടുത്ത ഇംപ്ലാന്റേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ആംപിള്ള റീജിയനിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംപിള്ള റീജിയനിൽ. അപ്പോൾ ആംപിള്ള റീജിയനിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് നോക്കി അത് ഇപ്പോഴത്താണ് ശരിക്കും കിടക്കുന്നത്. ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ആംപിള്ള റീജിയൻ, ഈ ഒരു മാർക്ക് ഇവിടെ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഈ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന സിംഗിൾ സെല്ലിന് പറയുന്ന ഒരു സൈഗോട്ട് എന്നല്ലേ. അപ്പോൾ ആ സൈഗോട്ട് അവിടെ അല്ല ഇരിക്കുന്നത്, സൈഗോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരും. ആ സെല്ല് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അത് വന്ന് യൂട്രസിൽ വന്ന് പ്ലേസ് ചെയ്യും. യൂട്രസിൽ വന്ന് ഈ സംഭവം ഇങ്ങനെ ഇറങ്ങി വന്ന് യൂട്രസിൽ വന്ന് പ്ലേസ് ചെയ്യും. ഇത്തരത്തിൽ അപ്പോഴത്തേക്ക് ഈ സിംഗിൾ സെല്ല് 2-3 സെല്ലായി കാണുവേ, കുറച്ച് സെൽസ് മൾട്ടിപ്ലൈ ചെയ്ത് കാണും. ഇത്തരത്തിൽ അറ്റാച്ച്മെൻറ്റ് ഓഫ് ദാറ്റ് എംബ്രിയോ ടു ദി യൂട്ടറസ് വാൾ, അതിന് പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. എന്താണ് ഇംപ്ലാന്റേഷൻ? അറ്റാച്ച്മെൻറ്റ് ഓഫ് എംബ്രിയോ ടു ദി യൂട്ടറൈൻ വാൾസ്, അതിന് പറയുന്നവരാണ് ഇംപ്ലാന്റേഷൻ. ഇവിടെ നിന്നിട്ട് നമുക്ക് പഠിക്കേണ്ട എന്താ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫെർട്ടിലൈസേഷൻ ക്യാൻ ഓൺലി ഒക്കർ ഇഫ് ഓവം ആൻഡ് സ്പേംസ് ആർ ട്രാൻസ്പോർട്ടഡ് സൈമൾട്ടേനിയസ്ലി ടു ദി ആംബുലറി റീജിയൻ. ആംബുലറി റീജിയനിൽ ഓവവും സ്പേമും എത്തിയാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈ നോട്ട് ആൾ കോപ്പുലേഷൻ ലീഡ്സ് ടു ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി. ഈ സെൻറ്റൻസിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് എല്ലാ കോപ്പുലേഷൻസും ഫെർട്ടിലൈസേഷനിലേക്ക് ലീഡ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ നമുക്കിതാണ് എഴുതി കൊടുക്കേണ്ടത്. ഫെർട്ടിലൈസേഷൻ ക്യാൻ ഓൺലി ഒക്കർ ഇഫ് ഓവം ആൻഡ് സ്പേംസ് ആർ ട്രാൻസ്പോർട്ടഡ് സൈമൾട്ടേനിയസ്ലി ടു ദി ആംബുലറി റീജിയൻ. ഇത് സാധാരണ ബോർഡ് എക്സാമിന് ചോദിച്ചു കണ്ടിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തരും, ആൻസർ എഴുതി കൊടുക്കേണ്ടത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. ഫെർട്ടിലൈസേഷൻ ഫലമായിട്ട് ഉണ്ടാകുന്ന സാധനത്തിന് പറയുന്ന പേര് എന്താണ്? ഫെർട്ടിലൈസേഷൻ ഫലമായിട്ട് ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് സൈഗോട്ട്. ഫെർട്ടിലൈസേഷൻ്റെ പ്രോഡക്റ്റാണ് സൈഗോട്ട്. നമുക്ക് അതാണ്ട് ഓവത്തിനകത്തേക്ക് ഫേസ് ചെയ്യുന്ന കാര്യമൊക്കെ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഫെർട്ടിലൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എൻസൈംസ് ഒക്കെ പറയുന്നുണ്ട്. ഹയാലുറോണിക് ആസിഡ്, പ്രോട്ടോപ്ലാസ്മിക് ഫീഷൻ എന്നാണ് സെക്കൻഡ് സ്റ്റെപ്പ്. കാരിയോകൈനസിസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ ടോപ്പിക്കല്ല. ഇതൊക്കെ ഒരു എൻട്രൻസ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുന്നവർ നോക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ നമുക്ക് സൈഗോട്ട് ഫോം ചെയ്തു. സൈഗോട്ട് ഫോം ചെയ്തിട്ട് സൈഗോട്ടിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് സൈഗോട്ടെന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, സൈഗോട്ടെന്ന് എഴുതിയിരിക്കുന്നുണ്ടില്ലാണ്ട് ഇൻഫിനിറ്റി സൈഗോട്ട് ആയി തന്നെ സൈഗോട്ട്. അപ്പോൾ സൈഗോട്ടിന് ക്ലീവേജ് സംഭവിക്കും. ക്ലീവേജ് എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യും. 2 സെല്ലാവും, 4 സെല്ലാവും. സൈഗോട്ട് സിംഗിൾ സെല്ലാണ്, അത് 2ആയിട്ട് മാറും. 4, 8, 16. അത്തരത്തിൽ 16 സെൽസായിട്ട് മാറുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നവരാണ് ബ്ലാസ്റ്റോമിയസ്. ബ്ലാസ്റ്റോമിയസ് എന്ന് വെച്ചാൽ 8 to 16 സെൽസാണ് കേട്ടോ. 8 to 16 സെൽസിന് പറയുന്ന പേരാണ്, സോറി അങ്ങനെയല്ല, മനസ്സിലായല്ലേ? അപ്പം 8 സെൽസിന് പറയുന്ന പേരാണ് ബ്ലാസ്റ്റോമിയസ്. എംബ്രിയോ വിത്ത് 8 മുതൽ 16, 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഈസ് കാൾഡ് മോറുല. അപ്പം ഞാൻ പറഞ്ഞ് ശരിയെന്നല്ലേ? 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സിന് പറയുന്ന പേരാണ് മോറുല. അപ്പം ഞാൻ പറഞ്ഞ ശരി തന്നെയാണ്, ഒന്നുകൂടെ തിരുത്തുന്നു. അപ്പോൾ വീഡിയോ കണ്ടവർക്കും ഇത് മനസ്സിലായി കാണുമല്ലോ. സെൽസ് വിത്ത് 8 മുതൽ 16 സെൽസിന് വരെ പറയുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. ഇത്തരത്തിൽ 8 മുതൽ 16 ബ്ലാസ്റ്റോമിയേഴ്സ്
കൂടിച്ചേർന്നിരിക്കുന്നതിന് പറയുന്നവരാണ് മോറുല. എന്നെ സംബന്ധിച്ചും ഒരു പുതിയൊരു നോളജാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മൾ മോറുല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ, എന്ത് ചെയ്യും? മോറുലയുടെ പടം ചാപ്റ്റർ തീർന്നോ? അപ്പോൾ മോറുല എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിൻ്റെ നോക്കുവാണെങ്കിൽ, മോറുല വളർന്നിട്ട് ഉണ്ടാകുന്നൊരു സാധനമാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിൽ ആ ഒരു സ്ട്രക്ചറിൽ പ്രധാനമായിട്ട് 2 ടൈപ്പ് സെൽസ് ഉണ്ടാവും. അതിലൊന്നാണ് ട്രോഫോബ്ലാസ്റ്റ്, രണ്ടാമത്തത് ഇന്നർ സെൽ മാസ്. ഇത്തരത്തിൽ ട്രോഫോബ്ലാസ്റ്റ് എന്താണ്, ഇന്നർ സെൽ മാസ് എന്താണെന്ന് ചോദിച്ചാൽ, ട്രോഫോബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ഇതാണ് നമ്മൾ ഒരു ബ്ലാസ്റ്റോമിയർ എടുത്തു, ഇതിൻ്റെ പുറമേ കാണപ്പെടുന്ന കുറച്ച് സെൽസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കവറിങ് സെൽസ്. ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്ന കുറച്ച് സെൽസാണ്. അപ്പം പുറമേ കാണപ്പെടുന്ന ആ ഒരു സെൽസിന് പറയുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ്. അതാണ് ഈ സംഭവം. ഇനി അകത്ത് കാണപ്പെടുന്ന സെൽസിന് പറയുന്നവരാണ് ഇന്നർ സെൽ മാസ്. അപ്പം ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ആ എംബ്രിയോയ്ക്ക് വളരാനുള്ളൊരു അറ്റാച്ച്മെൻറ്റ് സർഫസ് ആയിട്ട് മാറുകയും, ഇന്നർ സെൽ മാസ് എന്ന് പറയുന്ന സെൽസ് വളർന്നിട്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നർ സെൽ മാസിനൊരു കഴിവുണ്ട്, ടോട്ടിപ്പൊട്ടൻസി എന്നൊരു കഴിവ്. ഈ ടോട്ടിപ്പൊട്ടൻസി എന്ന് പറഞ്ഞുള്ള കഴിവാണ്, അവിടെ സ്റ്റെം സെൽസ് ഉണ്ടായിരിക്കും, അതിൽ ഓരോ സെൽസിനും നമ്മുടെ ഓരോ ഓർഗൻസായിട്ട് മാറാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ളതായിരിക്കും. അത് മനസ്സിലാക്കുക. അടുത്ത പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. അതായത് യൂട്രസിൽ വന്ന് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ കുട്ടീനെ പൊതിഞ്ഞ് ബ്ലഡ് വെസൽസ് ഫോം ചെയ്യും. ഇത്തരത്തിൽ ബ്ലഡ് വെസൽസ് ഇൻ്റർഡിജിറ്റേറ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്ന പേരാണ് പ്ലാസെൻ്റ കുഞ്ഞിനെ കവർ ചെയ്യും. പ്ലാസെൻ്റ കുഞ്ഞിന് വേണ്ടുന്ന പോഷക ഘടകങ്ങൾ ഓക്സിജനൊക്കെ എത്തിച്ചു കൊടുക്കുന്നതിൽ നല്ല കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം പ്ലാസെൻ്റ സെക്രീറ്റ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട്. അപ്പം ആ ഒരു കാര്യമാണ് അടുത്ത് നമ്മൾ അറിയേണ്ടത്. ആണ്ടെ, Placenta acts as endocrine tissue and produce several hormones like human chorion HCG, HPL, estrogen, progesterone. ഇത് രണ്ടും ഇത്രയും സെക്രീറ്റ് ചെയ്യുന്നു പ്ലാസെൻ്റ. അപ്പോൾ പ്ലാസെൻ്റൽ ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ HCG, HPL, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. അത് എഴുതി കൊടുക്കുക. അടുത്ത ഒരു കാര്യമുണ്ട്, റിലാക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട്. റിലാക്സിൻ ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ അത് ഓവറിയാണ് സെക്രീറ്റ് ചെയ്യുന്നത്, എഴുതി കൊടുക്കണം. ഓവറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ റിലാക്സിൻ ആണ്. പ്ലാസെൻ്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ HCG, HPL ആണ്. പിന്നെ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോണും. അപ്പോൾ HPL ഒക്കെ എഴുതുമ്പോൾ ഇത് സ്മാൾ ആണ്, ഇത് ക്യാപിറ്റൽ ആണ്. എന്നിട്ട് അത്രയും കാര്യമുള്ളൂ അവിടെ പഠിക്കാൻ. അടുത്ത എക്ടോഡോം, എൻഡോഡോം, മീസോഡോം എന്ന കൺവേർഷൻ കൂടെ അറിഞ്ഞിരിക്കുക. ഓരോ മാസത്തിലും എന്തൊക്കെ വ്യത്യാസമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ട്രൈമസ്റ്റർ എന്ന് വെച്ചാൽ ചന്ദ്രമാസമാണ്, അല്ലെങ്കിൽ 12 വീക്കിന് പറയുന്ന പേരാണ് ഒരു ട്രൈമസ്റ്റർ. മനസ്സിലായോ? അപ്പം ആദ്യത്തെ ട്രൈമസ്റ്ററിൽ നമുക്ക് ഹാർട്ട് ഉണ്ടാവും, ലിംസും ഡിജിറ്റ്സും ഉണ്ടാവും, എക്സ്റ്റേണൽ ജനൈറ്റൽ ഓർഗൻ ഉണ്ടാവും. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഹെയർസ് പ്രസൻ്റ് ആയിരിക്കും, സെൻസേഷൻസ് ഉണ്ടാവും, ഫസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവും, ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്യും, ഐലാഷസ് ഒറിജിനേറ്റ് ചെയ്യും. ഇത്രയാണ് ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത്. അടുത്ത അവസാനമായിട്ട് പറയുന്നത് പാർച്ചുറിഷൻ ആൻഡ് ലാക്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പാർച്ചുറിഷൻ എന്ന് വെച്ചാൽ ഇജക്ഷൻ ഓഫ് ദി ബേബി. ആ ഒരു ടേമിന്, മെഡിക്കൽ ടേമിന് പറയുന്ന പേരാണ് പാർച്ചുറിഷൻ. ചൈൽഡ് ബർത്തിന് പറയുന്ന പേരാണ് പാർച്ചുറിഷൻ. പാർച്ചുറിഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പിട്ട് നമ്മുടെ യൂട്രസിൻ്റെ എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മയോമെട്രിയം എന്ന് പറഞ്ഞ വാൾസിനകത്ത് സ്ട്രോങ്ങർ കൺട്രാക്ഷൻസ് ഉണ്ടാവും. ആ കൺട്രാക്ഷൻസിന് പറയുന്ന പേരാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. മനസ്സിലായോ? അപ്പോൾ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഉണ്ടാകും. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഉണ്ടാകുന്നതിന് കാരണം ഓക്സിറ്റോക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണാണ്. ഈ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഉണ്ടാകുന്നതിൻ്റെ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസിൽ നിന്നുമാണ്. ആ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. അപ്പം അങ്ങനെയാണ് പാർച്ചുറിഷൻ നടക്കുന്നത്. This leads to expulsion out of the uterus through the blood, through the birth canal. ഓക്കെ, അപ്പം അത്രയും അങ്ങനെയാണ് പറയുന്നത്. ഇനി ലാക്ടേഷൻ എന്ന് വെച്ചാൽ അതിനുശേഷം ഡെലിവറിക്ക് ശേഷം മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ലാക്ടേഷൻ. ഫസ്റ്റ് മിൽക്കിന് പറയുന്നവരാണ് കൊളസ്ട്രോം. അപ്പോൾ അമ്മയുടെ മുലപ്പാലിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ മുലപ്പാലിൽ ഒരുപാട് വിച്ച് കണ്ടെയ്ൻ സെവറൽ ആൻറ്റിബോഡീസ്, റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൻറ്റിബോഡീസ് ഉണ്ടായിരിക്കും. കൊളസ്ട്രോമിൽ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെഡിമെയ്ഡ് ആൻറ്റിബോഡിക്ക് പറയുന്ന പേര് IgA എന്നാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ A എന്നൊക്കെ പറയും.
അപ്പം അത് റെഡിമെയ്ഡ് ആൻറ്റിബോഡീസ് ഉണ്ടായതുകൊണ്ടിട്ട് കുഞ്ഞിന് നല്ല ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കും. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.